ഒക്കെയല്ലേ വരുന്നത്. അപ്പൊ ഓണത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നല്ലേ പായസം. അപ്പൊ നമുക്കിന്നൊരു വെറൈറ്റി പായസം ഉണ്ടാക്കിയാലോ? അതായത് മക്രോണി പായസം. നമ്മൾ പാലട പായസം ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റാണ് ഇതിനുള്ളത്. അപ്പൊ ഇതെങ്ങനെയാ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കിയാലോ? അതിനായി ഒരു പാനിലേക്ക് നമുക്ക് ഒരു അര കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അതൊന്ന് നമുക്കൊന്ന് കാരമലൈസ് ചെയ്യണം. അപ്പൊ അത് നല്ലോണം ഒന്ന് മെൽറ്റായി വരുന്നുണ്ട്. അപ്പൊ ഇതിൽ വെള്ളമൊന്നും ചേർക്കാതെയാണ് ഞാനിങ്ങനെ കാരമലാക്കുന്നത്. ഇത് നല്ലൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. അപ്പൊ ഒരു 2-3 മിനിറ്റ് മതി ഇതൊന്ന് കാരമലായി വരാൻ. ഇനി ഇതിലേക്ക് ഒരു അര ലിറ്റർ പാല് ചേർത്ത് കൊടുക്കുക. പശുവിൻ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി കാരമല് ഒന്നിങ്ങനെ കട്ട പോലെ ആവും. പക്ഷെ അത് കുറച്ച് കഴിഞ്ഞാൽ ഒന്ന് മെൽറ്റായി വരും. അപ്പൊ ഇതാ കാരമലെല്ലാം നല്ലോണം ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. അതായത് നമ്മൾ അര ലിറ്റർ പാലല്ലേ ചേർത്തത്. അപ്പൊ അതിന്റെ പകുതിയായിട്ട് ഒരു 250 മില്ലി വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ടെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി ഇതൊന്ന് തിള വരുന്നവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് മക്രോണിയാണ്. അപ്പൊ ഞാൻ ഒരു കപ്പ് മക്രോണി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്കൊന്ന് മിക്സിയുടെ ജാറിലിട്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പൊ ചെറിയ നുറുക്കോട് കൂടിയാണ് ഇതിങ്ങനെ പൊടിച്ചെടുക്കേണ്ടത്. ഇനി മക്രോണി നല്ലോണം ഒന്ന് കഴുകിയെടുക്കാം. എന്നിട്ട് വേണം നമ്മൾ ഈ പാലിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ഇതാ ഞാനിത് ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമ്മൾ നല്ലോണം ഒരു സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ ഇത് കട്ട പിടിച്ചു പോകും. അപ്പൊ കൈവെക്കാതെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അപ്പൊ നമ്മൾ പാലടൊക്കെ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റാണ് ഈ മക്രോണി പായസത്തിന് ഉള്ളത്. ഇതാ നല്ലോണം ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മതി ഏലക്കാപ്പൊടി. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ പീസ് ബട്ടർ ചേർത്ത് കൊടുക്കുക. ബട്ടർ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അത് ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അതിനാണ് ബട്ടർ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ബട്ടർ ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്താൽ മതി. അപ്പം ബട്ടറൊക്കെ ഈ പാലിൽ നല്ലോണം മിക്സ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഷുഗർ ബാലൻസ് ചെയ്യേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾ ഉപ്പ് ചേർക്കുന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. ചില ആൾ പായസത്തിൽ ഉപ്പ് ചേർക്കാതെ ഉണ്ടാക്കലുണ്ട്. പക്ഷെ ഞാൻ ഇത്തിരി ഉപ്പ് ചേർക്കലുണ്ട്. അതുകൊണ്ടാണ് ഉപ്പ് ചേർത്ത് കൊടുത്തത്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കും. അപ്പൊ ഇതാ പാലും നല്ലോണം ഒന്ന് കുറുകി വരുന്നുണ്ട്. അതേപോലെ തന്നെ മക്രോണി നല്ലോണം വെന്തും വരുന്നുണ്ട്. അപ്പൊ ഇതാ നല്ലോണം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പൊ ഇത് കൈവെക്കാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. അപ്പോൾ കുറെ നേരം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ പാലും നല്ലോണം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കാം. ഇനി അതും ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊന്ന് വറവിടണം. അതിനായി ഒരു ചെറിയ ഫ്രൈ പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. അതൊന്ന് ചൂടായി വന്നാൽ അതിലേക്ക് നമുക്ക് കുറച്ച് കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ കാഷ്യൂനട്ട് ഒന്ന് പൊരിഞ്ഞു വന്നാൽ അതിലേക്ക് നമുക്ക് കിസ്മിസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ കാഷ്യൂനട്ട് നല്ലോണം ഒന്ന് പൊരിഞ്ഞു വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കിസ്മിസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി നല്ലോണം ഒന്ന് പൊരിഞ്ഞു വന്നാൽ നമുക്കിത് ഈ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ വറവിട്ടാൽ തന്നെ നല്ലൊരു സ്മെല്ലായിരിക്കും. ഇതാ ഞാനിതിലേക്ക് ഈ വറവൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഇപ്പൊ ഇതാ നല്ല കുറുകി വന്നിട്ടുള്ള പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നല്ലൊരു മക്രോണി പായസം റെഡി ആയിട്ടുണ്ട്. അതേപോലെ തന്നെ പാലട പായസത്തിനെക്കാട്ടി നല്ലൊരു ടേസ്റ്റ് ആണ് ഇതിനുള്ളത്. അപ്പൊ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിന്റെ കളറൊക്കെ കാണുന്നേരം തന്നെ നമുക്ക് ഇതെന്തായാലും കഴിക്കാൻ തോന്നുന്നില്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒന്നാണല്ലോ പായസം. അപ്പൊ ഈ ഓണത്തിന് സദ്യയോടൊപ്പം ഈ പായസം കൂടി ഒന്ന് വിളമ്പി നോക്കൂ. നല്ലൊരു ടേസ്റ്റ് ഉള്ളതാണിത്. അപ്പൊ ഞാൻ ഇതേപോലെ ഒരു സർവിംഗ് ബോളിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പൊ ചൂടോടെയാണ് പായസം ഇങ്ങനെ സെർവ് ചെയ്യുന്നത്. അപ്പോൾ കാണാൻ തന്നെ നല്ലൊരു ഗോൾഡൻ കളറായിട്ടുള്ള ഈ മക്രോണി പായസം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമന്റും ചെയ്യുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ.